ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു വ്ളോഗിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു അൺബോക്സിങ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം റെസിപ്പി മാക്രോണി വെച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മാക്രോണി റെസിപ്പിയാണ്. അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ലേഡീസിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഒരു ടോപ്പിക്കാണ് മോഡസ്റ്റ് ഡ്രസ്സ്. അപ്പോൾ മോഡസ്റ്റ് ഡ്രസ്സിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഈ ഒരു വ്ളോഗിൽ കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ പോകുന്നത് റെസിപ്പിയാണ്. അപ്പം ഇന്ന് മാക്രോണി വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചീര ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ചീര കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയുള്ള ചീരയായിരുന്നു. അപ്പോൾ ഞാനിത് നമ്മൾ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റിയുമാണ്, അത്രത്തോളം നല്ലതുമാണ്. ഞാൻ ഇത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാണ്ട് ചെറുതാക്കണ്ട കേട്ടോ, കുറച്ചൊക്കെ ചെറുതാക്കിയാൽ മതി, കാരണം ചീരയൊക്കെ പെട്ടെന്ന് വേവുന്നതല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചച്ചീരയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം പാലൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ചുവന്ന ചീര എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ളൊരു മാക്രോണി ഡിഷാണ്. അപ്പം ചീര നന്നായിട്ട് കഴുകിയ ശേഷമാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ചീര നമ്മൾ അരിഞ്ഞു വെച്ചു, അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് റോയൽ ഫുഡിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള മാർബിൾ കോട്ടഡ് പാനാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അധികം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഒരു 2 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലയെന്നാണെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഡാർക്ക് കളറാവും. അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സവാള ഒരെണ്ണം ചെറുത്, അതും ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. അത് വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞതും. പിന്നെ പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ ക്യാരറ്റ്, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു വൈറ്റ് കളർ മാത്രം ഉണ്ടായിക്കോട്ടെ, ചീരയാണ് മെയിനായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കനും കോളിഫ്ലവറും ഒന്ന് ജസ്റ്റ് ഈ ഒരു ഉള്ളിയും വെളുത്തുള്ളിയിലും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് സോയ സോസാണ്. സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേറെ ഫ്ലേവറിനായിട്ട് ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. നമുക്ക് കോളിഫ്ലവറും ചിക്കനും ചെറുതായിട്ടൊന്ന് വേവണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ള ഒരു ഗ്രേവിയിൽ നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ ക്രീം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ക്രീം ഈ തിക്ക് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. ഞാനിപ്പം 125 ml തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ സ്മൂത്ത് ആക്കിയിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും അതുപോലെ കോളിഫ്ലവറൊക്കെ ഒരു പകുതി വെന്തിട്ടുണ്ടാവും. ഒരുപാടൊന്നും വേവണ്ട, കാരണം നമുക്കിതിലേക്ക് ചീര ചേർത്തിട്ട് പിന്നെ വീണ്ടും വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം ഉള്ള വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ, വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചീര ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഇത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാൻ മാക്രോണി വേവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. മാക്രോണി 400 ഗ്രാം വരുന്ന മാക്രോണിയുടെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കണം. അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്രോണി കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ പിൻ്റെ കമൻറ്റ് നോക്കാം, അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും ചീരയും കോളിഫ്ലവറും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചീരയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എരിവിനായിട്ടൊന്നും ചേർത്തിട്ടില്ല. ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു കളർ ചേഞ്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചേർക്കാഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ടൊക്കെ ചേർക്കുക.
അപ്പോൾ ചിക്കനും കോളിഫ്ലവറും ചീരയും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമും പിന്നെ ഒരു 1.5 കപ്പ് പാലും 1.5 കപ്പോ 2 കപ്പൊക്കെ പാൽ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ക്രീം നേരത്തെ നമ്മൾ ബൗളിലല്ല മിക്സ് ചെയ്തത്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്നുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മിക്സ്ചറിൽ വേണം നമ്മൾക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഈ ഒരു മിക്സ് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 400 ഗ്രാം മാക്രോണി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ടും ഫ്രഷ് ക്രീം ഇനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ ചേർത്ത് തിക്ക് ക്രീം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഈ ഒരു മിക്സിയിൽ നമ്മൾ മാക്രോണി ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു ക്രീമിൻ്റെ വെള്ളം, അത് ചിലർക്ക് അങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളിത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പം കുറച്ച് ചെറിയൊരു വെള്ളത്തോട് കൂടിയിട്ട് വേണം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. ചേർക്കേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ചീസ് ഭയങ്കര ഇഷ്ടമാണ്. മാക്രോണി ആണെങ്കിൽ അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രീസറിലായിരുന്നു ചീസ്, അപ്പം മെൽട്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ചീസും ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, ആ ചീസൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മാക്രോണി ഡിഷൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും ചൂടോടുകൂടി സെർവ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ തിക്കായി പോകും. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ തിക്കായിക്കോളൂ കേട്ടോ. നമ്മുടെ മാക്രോണി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീര ചേർത്തിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ളൊരു ഡിഷാണ്. ഇതിലിപ്പോൾ നമ്മൾ ചിക്കനും ചീരയും കോളിഫ്ലവറും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചീരക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ചേർക്കുമ്പം. പിന്നെ നിങ്ങളടുത്ത് ഇപ്പം ഇതിലേക്ക് ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു പൗഡറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ചീസ് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ചീസ് മൊസറല്ല ചീസ് ഞാനിവിടെ മക്കൾക്ക് വേണ്ടി മാത്രം ചേർത്താണ്, അതില്ലാണ്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പം ചീസ് ഇടുമ്പം പ്രത്യേക വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഡ്രൈ ആയിപ്പോവും. കുറച്ചൊരു ക്രീമി ആയിട്ട് കാണുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇതിന് മുകളിൽ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മാക്രോണി ഡിഷ്. ചീരൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും പാസ്ത ഒക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കിത് സ്പാഗറ്റി വെച്ചിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാസ്ത ഒക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പാസ്ത ഇവിടെ ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പം റോസ് കുറേ ദിവസമായിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് പാസ്ത വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ പാസ്ത ഒക്കെ ചെറുതായിട്ടൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ചൂടോട് കൂടിയിട്ട് വേണം ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നമ്മൾ കഴിക്കാൻ. എന്നാലേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. മക്കൾക്ക് ഇവിടെ എപ്പോഴും പരാതിയാണ്, ആ ചൂടോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിലോ നമുക്കത് കഴിക്കാൻ കിട്ടാറില്ല എന്നൊക്കെ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് മോഡസ്റ്റ് ഡ്രസ് കളക്ഷൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മോഡസ്റ്റ് ഡ്രസ് കളക്ഷൻസിൻ്റെ അൺബോക്സിങ് തന്നെയാണ്. ബോക്സൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടോ, കാരണം അത് അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം റൂയി ബേബിക്കും റോസോനും റെയിനും എനിക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിക്കാം, ഞാൻ ഇട്ടിട്ടുള്ളത് കാണിക്കാം. ഇതിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോസിലേക്ക് പോവാം കേട്ടോ.
അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ആമീസ് ബുട്ടീക്കിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഷോപ്പാണ്. നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ UAE, ഒമാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഓൺലൈൻ വഴി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ തുണികളാണ് എല്ലാതും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവർ ഷോളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷോളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഷോളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. ഈ സെയിം പ്രൈസിൽ തന്നെയാണ് ഷോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത ശേഷം ഞാൻ ഇട്ടിട്ട് കാണിക്കാം. ഇത് ഈ അബായയുടെ കൂടെയും അതുപോലെ ഇതുപോലത്തെ ഡ്രസ്സ് ഗൗണിൻ്റെ ഒക്കെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ചെയിനാണ്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും സെയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അങ്ങനെ വലിയ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് ഇപ്പോൾ ഞാൻ ഇടാറില്ല. അപ്പം സിമ്പിളായിട്ടുള്ളതും പിന്നെ കുറച്ച് മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് എനിക്കിഷ്ടം. ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നണം അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അയച്ചു തന്നിട്ടുള്ളതിൽ ഒരുപാട് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തുണിയാണ്, അതുപോലത്തെ നല്ലൊരു കളറാണ്. അധികം ഓവർ ആയിട്ടുള്ള വർക്കൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. എല്ലാം ഈജിപ്ഷ്യൻ ക്ലോത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് കിട്ടും. ഡ്രസ്സുകളൊക്കെ ഇഷ്ടമുള്ള മോഡൽ നമ്മൾ പറയുവാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു തരും. ഇഷ്ടമുള്ള തുണിയിൽ ചെയ്ത് കൊടുക്കും, ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ അങ്ങനെ വരുമ്പം നമ്മൾ ചിലപ്പോൾ ചില ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കളറിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത തുണിയിലൊക്കെ നമ്മൾ ചില ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ UAE-യിലാണ്. അപ്പം പക്ഷേ നാട്ടിലുള്ളവർക്കൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി തുണിയിൽ തന്നെ നമുക്ക് ഇത് തയ്ച്ച് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതും വേറൊരു ടൈപ്പ് തുണിയാണ്. അപ്പം ഈ ഒരു തുണിയിൽ ഈ ഒരു ഡ്രസ്സ് എന്താ പറയുക, എനിക്ക് മാച്ചിങ് അല്ല. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് റീനു ഇട്ട് നോക്കുമ്പോൾ റീനു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ ഈ ഒരു വൈറ്റ് റീനിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഭയങ്കരമായിട്ട് നിഴലടിക്കുന്നുണ്ട്. അപ്പം വേറൊരു ഡ്രസ്സ്, ഒരു ഇന്നർ നന്നായിട്ട് ഇട്ടിട്ട് വേണം ഈ ഒരു ഡ്രസ്സ് ഇടാൻ. നല്ല കംഫർട്ടബിളായിട്ട് തോന്നി. അതുപോലെ തന്നെ സ്ലീവും നല്ല രസമുണ്ട്. അപ്പം അതും എനിക്കിഷ്ടമായിട്ടോ. വൈറ്റ് ഞാൻ ഇട്ടിട്ട് വേറെ വീഡിയോയിൽ കാണിക്കാം. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ലായിരുന്നു, സമയം കിട്ടിയില്ല കേട്ടോ ഇടാനെല്ലാം കൂടി. ഇതും ബ്ലാക്കിൽ വരുന്നൊരു നല്ല മോഡൽ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡലിൽ വേറെ തുണിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. മോഡൽ അറിയുന്നുണ്ടാവും, ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് വേറെ തുണിയിലോ അല്ലെങ്കിൽ വേറെ കളേഴ്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. അപ്പം എല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം സംഭവം രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസുനും റൂയ് ബേബിക്കും ഒരേപോലത്തെ ഫ്രോക്ക് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് റോസും. അതുപോലെ തന്നെ റോസും ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന അവൾക്ക്. റീന് ഞാൻ പണ്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക തയ്പ്പിക്കാറില്ല ഇങ്ങനെ മാച്ചിങ് ആയിട്ടൊന്നും. അപ്പം അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഈ റീനുവിൻ്റെ പ്രായമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ റോസിൻ്റെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം റീനു കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ആ ഒരു എൻ്റെ ഭാഗത്തുള്ള ഡ്രസ്സൊക്കെയാണ് റീനു എടുക്കൽ, എന്നിട്ട് കുറച്ച് ഷേപ്പ് ചെയ്യാറാണ്. റോസിനാണെങ്കിൽ അധികം തടി ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ നല്ലത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട തുണിയിൽ ഇഷ്ടപ്പെട്ട മോഡലിൽ അവർക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്ച്ച് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ആമീസ് ബൂട്ടിക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ അവരുടെ വാട്സപ്പ് നമ്പറും പിന്നെ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾ അവരോട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് അവരിപ്പോൾ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതിൽ ഉള്ള ഒരു ഡ്രസ്സ്. എനിക്ക് ഒരുപാട് നേരമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇതിന് മോള് കരയിലും ഒക്കെ കൂടി ആയി. അപ്പോൾ ഇതിൽ എനിക്ക് കൊടുത്തയച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ കളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നതും ഇതിന് മുമ്പ് കാണിച്ച ഡ്രസ്സ്, ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കേട്ടോ. പിന്നെ എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ഇനി അടുത്ത വ്ളോഗിലൊക്കെ ഞാൻ ഇട്ടിട്ട് കാണിക്കാം. ഇത് നല്ല കംഫർട്ടബിളാണ്, അതുപോലെ നല്ലൊരു മോഡസ്റ്റ് ഡ്രസ്സും തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഇപ്പം ഒരുപാട് ഫോട്ടോസിലൊക്കെ കാണാറുണ്ട്, ഓൺലൈൻ ഷോപ്പിലൊക്കെ കാണാറുണ്ട് ഇതുപോലത്തെ ഡ്രസ്സ്. അപ്പം അതും ഉണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. എൻ്റെ അടുത്ത് മുമ്പും ഉണ്ടായിരുന്നത്.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ പിൻ്റെ കമൻറ്റിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗിവ് അവേ. അപ്പോൾ ഗിവ് അവേ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മാക്സിമം ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.